വൈകുന്നേരമായപ്പോൾ വിനുചേട്ടൻ പറഞ്ഞേ നമുക്കൊന്ന് ചുമ്മാ നടന്നിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങളിതാ നടക്കാൻ ഇറങ്ങിയതാണ്. കൂടെ നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം അവിടുന്ന് ചായക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറിക്കാനൊക്കെ മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങിയതാണേ. അപ്പം നമ്മുടെ അപ്പുക്കുട്ടന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ്. വേറൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ റൂമിനകത്ത് അടച്ചിരിക്കുവാണല്ലോ. സ്കൂളും കൂടെ അടച്ചതുകൊണ്ട് അവന് ശരിക്കും ഭയങ്കര ബോറടിയാണേ. അതുകൂടാതെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മേടിക്കാതെ അവൻ തിരിച്ചു വരത്തില്ല. അങ്ങനെ താൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പുകുട്ടൻ അവിടുന്ന് ആദ്യമേ പോയത് തന്നെ ചോക്ലേറ്റിന്റെ സെക്ഷനിലേക്കാണ്. അവിടെ ചെന്ന് കുറേ നേരം ഓരോന്ന് ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അവസാനം ഒരു ചോക്ലേറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നേരെ വന്നത് നമ്മുടെ ഐസ്ക്രീമിന്റെ സൈഡിലേക്കാണ്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പുക്കുട്ടൻ മാത്രമല്ല, എനിക്കും ഒരെണ്ണം എടുക്കാതെ പോരാൻ തോന്നത്തില്ല. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റും മിച്ചറും പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മുടെ അപ്പുക്കുട്ടൻ എടുത്ത ഐസ്ക്രീം ഇതായിരുന്നു. അപ്പുക്കുട്ടൻ ഐസ്ക്രീം എടുത്ത് കണ്ടപ്പോൾ എനിക്കും ഒരു മോഹം. അങ്ങനെ ഞാനും 2 ഐസ്ക്രീം വാങ്ങിച്ചു. കൂടാതെ വിനീഷേണ്ണും വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.